വീണ്ടും പ്രസാദിലേക്ക് പോവുകയാണ്. പ്രസാദ്, ഇപ്പോൾ മാലിന്യം ഒട്ടും നീക്കാത്ത ടണലിൻ്റെ ഭാഗത്താണ് പ്രസാദ് ഉള്ളത്. അവിടെ നീക്കാൻ ആര് നീക്കുമെന്നുള്ളതിലെ തർക്കമായിരുന്നു അത് റെയിൽവേയുടെ ഭാഗമെന്നുള്ള വിഷയമാണല്ലോ ആദ്യം തന്നെ ഉയർന്നത്. പക്ഷേ ഇപ്പോൾ റെയിൽവേയുടെ ഭാഗത്തല്ല ഈ മാലിന്യം വന്ന് അടിഞ്ഞുകൂടിയിരിക്കുന്നതെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായിരിക്കുകയാണ്. ഇവിടം വൃത്തിയാക്കാൻ ഇനിയിപ്പോൾ വേണ്ട 65 ലക്ഷം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ ഒരു കണക്കടക്കം തയ്യാറാക്കിയിട്ടുണ്ട്. അതിലേക്ക് നീങ്ങാത്തത് എന്തുകൊണ്ടാണ്? ആ പണം പാസ്സായിട്ടില്ല എന്നല്ലേ ഇപ്പോൾ മനസ്സിലാക്കുന്നത്? സ്മൃതി, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, അതായത് അന്ന് ജോയി മരിച്ച സമയത്ത് ഉണ്ടായിരുന്ന ചർച്ചയും കാര്യങ്ങളും അവസാനിച്ചതോടുകൂടി അത് സാധാരണ നടപടി പോലെ മുങ്ങിപ്പോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. കാരണം കഴിഞ്ഞ മാസം 18-ാം തീയതി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ യോഗം ചേരുന്നു. ആ യോഗത്തിൽ അടിയന്തരമായി എടുക്കേണ്ട നടപടികളെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. അടിയന്തരമായി. പക്ഷേ അങ്ങനെ ഒരു അടിയന്തര സ്വഭാവത്തിലേക്ക് ഈ തീരുമാനങ്ങളൊന്നും പോയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഇതിപ്പോൾ ഈ റെയിൽവേയുടെ ഭാഗം തുടങ്ങുന്ന ആ സ്ഥലമാണ്. അതായത് തമ്പാനൂരിൽ നിന്ന് വരുന്ന പാലത്തിൻ്റെ അടി, ഞാൻ വാർത്ത തുടങ്ങുന്ന സമയത്ത് ആദ്യം നിന്ന പാലത്തിൻ്റെ അടിഭാഗമാണ്. ആ അടിഭാഗത്ത് നിന്ന് കാണുന്ന ദൃശ്യങ്ങളാണിത്. ഇത്രയേറെ മാലിന്യം ഇവിടെ തന്നെ കൂടി നിൽക്കുകയാണ്. അതായത് ഇത്രയേറെ ക്യാമറകൾ ഉണ്ടായിട്ടും ഈ ജോയിയുടെ വിഷയം ഏതാണ്ട് 4-5 ദിവസം തുടർച്ചയായി മാധ്യമങ്ങളും സമൂഹവും എല്ലാം ചർച്ച ചെയ്തിട്ടും ഇവിടെ കെട്ടിക്കിടക്കുന്ന മാലിന്യമാണിത്. ഈ വെള്ളത്തിലേക്ക് നമുക്ക് പോയാൽ, ഇതാണ് നേരത്തെ ഇവിടെയുള്ള ഗോപിയാട്ടനും അതുപോലെ മറ്റ് ഓട്ടോറിക്ഷ ഡ്രൈവർമാരൊക്കെ പറഞ്ഞത്, വലിയ ആഴമുള്ളൊരു തോടാണ്. ആ തോടിൻ്റെ ഏതാണ്ട് മുകൾ ഭാഗം വരെ മാലിന്യവും ചെളിയും അടിഞ്ഞു നിൽക്കുകയാണ്. ഇത് മാറ്റുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ ഉമേഷും സുനിഷയും നിൽക്കുന്ന ഭാഗം നോക്കിയാൽ വെള്ളത്തിൻ്റെ മേൽഭാഗം പൂർണ്ണമായി ക്ലീനാണ്, ശുചീകരണ തൊഴിലാളികൾ എടുത്തു മാറ്റുന്നുണ്ട്. പക്ഷേ സ്മൃതി, ഇതല്ല യഥാർത്ഥത്തിൽ വേണ്ടത്. അതായത് ആമയിഴഞ്ചാൻ തോടിനെ പൂർണ്ണമായി ശുചീകരിക്കുക എന്ന നടപടികളിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതിൻ്റെ ദൃശ്യങ്ങളാണിത്. 1 മാസം കഴിഞ്ഞു. ഇനിയിപ്പോൾ ജോയിയെ ആളുകൾ മറക്കും, ഈ വാർത്ത ഇല്ലാതാവും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ഇത് പഴയപടിയിലേക്ക് തിരിച്ചു പോകും എന്നതാണ് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണുന്നത്. ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. 1 മാസമാകുമ്പോൾ കാണുന്ന ദൃശ്യമാണിത്. ഇത്രയേറെ മാലിന്യം ഇവിടെ കൂടി. അതുപോലെ തന്നെ ഈ തോട് വരുന്ന ഓരോ ഭാഗത്തും നമുക്ക് വെയിലുള്ളതുകൊണ്ട് കുറച്ചും കൂടി കൃത്യമായി കാണാമെന്ന് തോന്നുന്നു. ഇതിൻ്റെ മോൾ ഭാഗം വരെ ഈ മാലിന്യം നിറഞ്ഞിട്ടുണ്ട്. ആളുകളുടെ ഉപയോഗിച്ച വസ്ത്രങ്ങൾ കാണാം. അതുപോലെ പ്ലാസ്റ്റിക് ചാക്കുകളും മറ്റ് വീട്ടിൽ ഉപയോഗിക്കുന്ന തുണികളും മറ്റുമെല്ലാം കാണാം. വലിയ അളവിൽ മാലിന്യം ഇപ്പോഴും തളം കെട്ടി നിൽക്കുകയാണ് ഇവിടെ. അതായത് ആളുകൾ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ വൃത്തിയായി എന്ന് പറയുന്ന രീതിയിലേക്ക് മാത്രമല്ല ആമയിഴഞ്ചാൻ്റെ ശുചീകരണ പ്രവർത്തനം മാറേണ്ടത്. ഇത് പൂർണ്ണമായി വൃത്തിയാക്കിയാൽ സ്മൃതി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ടിന് തന്നെ വലിയ പരിഹാരമുണ്ടാകുന്നതാണ്. നേരത്തെ വലിയ കയ്യേറ്റങ്ങളും മറ്റും ഇടിച്ച് നിരത്തിക്കൊണ്ടാണ് ബിജു പ്രഭാകറിൻ്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ അനന്ത മുന്നോട്ട് പോയത്. അതിനിടയിൽ അതിന് തടസ്സം വന്നു. അതേതാണ്ട് പൂർണ്ണമായി നിലച്ചു. അന്ന് ഈ വെള്ളക്കെട്ടിന് പരിഹാരമുണ്ടായി. ഒപ്പം മാലിന്യവും പൂർണ്ണമായി നീങ്ങി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടുന്ന് ഇങ്ങോട്ടേക്ക് പിന്നീട് ഒന്നും സംഭവിച്ചില്ല. അതേപോലെ മാലിന്യമായി. ഇനിയിപ്പോൾ ഈ 65 ലക്ഷം രൂപ എന്ന് പാസ്സാകുമെന്ന് നോക്കി നിൽക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നില്ലായിരുന്നുവെങ്കിൽ ഇതെല്ലാവരുടെയും മനസ്സിൽ നിന്ന് തന്നെ മാഞ്ഞു പോയേനെ. ഈ 1 മാസത്തിനിപ്പുറം ഇവരൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര സ്വഭാവമുള്ള യോഗത്തിൻ്റെ പ്രാധാന്യമെല്ലാം നഷ്ടപ്പെട്ടതുപോലെയാണ് കാര്യങ്ങൾ. 1 മാസത്തിനിപ്പുറം 65 ലക്ഷം രൂപ പാസ്സായില്ല. അത് പാസ്സായി കഴിഞ്ഞാൽ ഈ ടണലിനകത്തെ മാലിന്യം പൂർണ്ണമായി നീക്കാൻ കഴിയും എന്നുള്ളതാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ സർക്കാരിനും കോർപ്പറേഷനും എല്ലാം കൊടുത്ത ഉറപ്പ്. ആ ഉറപ്പ് ഇനിയിപ്പോൾ പാലിക്കണമെങ്കിൽ ഈ 65 ലക്ഷം രൂപ പാസ്സായി ഇതിൻ്റെ അടിഭാഗം പൂർണ്ണമായി മാറ്റേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്മൃതി. അത് നമുക്ക് ഒന്നും കൂടി കാണിക്കാമെന്ന് തോന്നുന്നു. ഈ കാണുന്ന നെറ്റാണ് കോർപ്പറേഷൻ്റെ അതിർത്തിയും റെയിൽവേയുടെ അതിർത്തിയും തമ്മിൽ വേർതിരിക്കുന്ന ഈ ഒരു നെറ്റുള്ളത്. ഈ നെറ്റ് ഇവിടെ സ്ഥാപിക്കാൻ കാരണം കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന മാലിന്യം ഈ ടണലിൻ്റെ അടിയിലേക്ക് വരരുത് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഇത് പൂർണ്ണമായി താഴ്ത്തിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ ടണലിൽ ഇത്രയേറെ മാലിന്യങ്ങൾ അടിഞ്ഞു നിൽക്കാനുള്ള ഒരു കാരണം. ഇത് പൂർണ്ണമായി താഴ്ത്തി നിർമ്മിച്ചിരുന്നുവെങ്കിൽ കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത് ഇവിടെ പൂർണ്ണമായി തങ്ങി നിൽക്കുകയും റെയിൽവേയുടെ ഈ ടണലിൻ്റെ ഭാഗം കൃത്യമായി വൃത്തിയായി കിടക്കുമായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ റെയിൽവേ ഇപ്പോഴും വിശദീകരിക്കുന്നത് അവരുടെ മാലിന്യമൊന്നും ഈ ടണലിനടിയിലേക്ക് പോകും
പോകുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ടണലിൻ്റെ അടിയിലെ ദൃശ്യങ്ങളിലേക്ക് ഒന്നും കൂടി പോയാൽ ഇപ്പോഴും നിറഞ്ഞു കിടക്കുന്നു, ഒരു മാറ്റവും ഉണ്ടായില്ല. അന്ന് ജോയിയും കൂടെ ഉണ്ടായിരുന്ന 2 സഹപ്രവർത്തകരും നീക്കിയ മാലിന്യം, അന്ന് ജോയിയെ കണ്ടെത്താൻ വേണ്ടിയുള്ള തെരച്ചിലിനിടെ നീക്കിയ മാലിന്യമല്ലാതെ വേറെ ഒന്നും മാറിയിട്ടുമില്ല. പുതിയ മാലിന്യങ്ങൾ അവിടേക്ക് കയറി വരികയും ചെയ്യുകയാണ്. ഈ പറഞ്ഞതുപോലെ 65 ലക്ഷം രൂപ എസ്റ്റിമേറ്റ് ഇട്ടു, അതൊന്നും പാസ്സാകാത്ത നിലയിൽ അത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആ ഫയൽ ഇനിയിപ്പോൾ പൂണ്ടുപോകുമോ എന്നതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആമയിഴഞ്ചാൻ തോട് പൂർണ്ണമായി വൃത്തിയാക്കിയാൽ മാലിന്യ പ്രശ്നം മാത്രമല്ല പരിഹരിക്കുക, അതിനൊപ്പം ഈ മാലിന്യം കയറി ഒഴുകുന്ന എല്ലാ വെള്ളക്കെട്ടുകളും ഒരു പരിധിവരെ ഈ ഭാഗത്ത് പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. നേരത്തെ നമ്മൾ 10 വർഷം മുമ്പുള്ള ദൃശ്യങ്ങൾ കാണിച്ചു. ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്, കൃത്യമായി വെള്ളം ഒഴുകാൻ പറ്റുന്ന പാകത്തിന് ഇതാക്കിയിട്ടുണ്ട്. അന്ന് വെള്ളം ഒഴുകിപ്പോയിട്ടുമുണ്ട്. പക്ഷെ വീണ്ടും അതുപോലെ ആക്കിയെങ്കിൽ മാത്രമേ ഈ വെള്ളം സുഗമമായി ആമയിഴഞ്ചാൻ തോട് വഴി ഒഴുകിപ്പോവുകയും മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിനൊപ്പം വെള്ളക്കെട്ടിനൊരു പരിഹാരമുണ്ടാവുകയും ചെയ്യുകയുള്ളൂ. പക്ഷേ അന്ന് ഓപ്പറേഷൻ അനന്ത നിലച്ചു. പക്ഷേ ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി എവിടെയൊക്കെ വൃത്തിയാക്കിയോ അത് പിന്നീട് വൃത്തിയാക്കാനുള്ള ഒരു തുടർ പ്രവർത്തനം പോലും ഉണ്ടായില്ല എന്നുള്ളിടത്താണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ശരി, സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് ഈ ഭാഗം ഒന്നുകൂടി ഞങ്ങൾ വെക്കുകയാണ്. ഇവിടെ ഒരു മാറ്റവുമില്ല, ടണലിൻ്റെ ഭാഗത്തിൽ ഒരു മാറ്റവും ഇല്ല എന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇവിടെ ജനം കാണുകയാണ്. സർക്കാർ അടിയന്തരമായി നടപടിയെടുക്കേണ്ട വിഷയമാണ്.